ഹലോ, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഐറ്റം കള്ള് നല്ല എരിവുള്ള കാടയിറച്ചി റോസ്റ്റാണ്. ആദ്യം തന്നെ ഇതിനെ 4 പാർട്സ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സായി കഴിയുമ്പോഴത്തേക്കും ഒരു കുക്കർ എടുത്ത് നമുക്കിത് കുക്കറിലേക്ക് മാറ്റി ഇറച്ചി കിടക്കുന്നതിൻ്റെ 1/4 ഭാഗം മുങ്ങുന്ന വിധത്തിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. കുക്കർ ഒരു അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം മറ്റേ അടുപ്പിൽ നമുക്കൊരു ഉരുളി വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അത് കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളറാകുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗോൾഡൻ കളറായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് സവോള, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ജസ്റ്റ് സിമ്മിലിട്ടൊന്ന് വേവിക്കുക കേട്ടോ. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാൻ. സവോള വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് പൊടിയൊക്കെ എടുത്ത് വയ്ക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ എരിവ് വേണം, അതുകൊണ്ടാണ്. ഒരു ചെറിയ സ്കൂപ്പ് മസാല പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 6 ടീസ്പൂണോളം ചിക്കൻ മസാല നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് കൂടി ചേർക്കുകയാണ്. എരിവിനനുസരിച്ച് വേണം കേട്ടോ ഇത് ചേർക്കാനായിട്ട്. ഞങ്ങൾക്ക് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കുരുമുളക് പൊടി ചേർത്തേക്കുന്നത്. ഇപ്പോഴത്തേക്കും നമ്മുടെ സവോളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ മസാലകളെല്ലാം ഇട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. പച്ചമണം നല്ലോണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ കാടയിറച്ചി വേവിച്ചതിൻ്റെ കുറച്ച് സ്റ്റോക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഒന്ന് ക്രീമി പരുവത്തിലാകുന്ന വരെ അതൊന്ന് തിളപ്പിച്ച് നല്ല കുഴയുന്ന പരുവത്തിലാക്കി എടുത്തതിന് ശേഷം കാടയിറച്ചി നല്ലോണം മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് തിളപ്പിച്ച് ആ തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ ആ ഇറച്ചി അതിനകത്തേക്കിട്ട് ഒന്ന് നല്ലോണം പൊത്തി വയ്ക്കുക. അതിലേക്ക് കുറച്ചധികം വേപ്പില ഇടണം കേട്ടോ. വേപ്പില ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പം അത് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 10-15 മിനിറ്റ് ചെറിയ സിമ്മിലിട്ട് വേണം വയ്ക്കാനായിട്ട്. 15 മിനിറ്റിന് ശേഷം തുറന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും ആ വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റ് പരുവായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ കാട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും അതിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.